വഴി തെറ്റി തോന്നുന്നു. 2-3 ലെയറായിട്ടാണ് ഈ വെള്ളച്ചാട്ടം പോകുന്നത്. അതിലൊരു ഇന്ന് നമ്മൾ കൊല്ലങ്കോട്ടുള്ള വെള്ളരിമല ഇതാണ് സ്പോട്ട്. അയ്യോ കാട് പിടിച്ചു. നമ്മൾ ഈ വെള്ളരിമാട് വാട്ടർഫാൾസിന്റെ പോകുന്നതിന്റെ വഴിക്കുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൊല്ലങ്കോടിന്റെ ഭംഗി കറക്റ്റായിട്ട് ഇതിൽ കാണാൻ പറ്റും. അവിടെ നിന്ന് ചെറുതായിട്ട് ഒരു മിന്നായം പോലെ കാണാം വെള്ളച്ചാട്ടം. അതിന് താഴെയുള്ള വെള്ളച്ചാട്ടമാണ്. കുറച്ച് നടക്കാണ്ട് നമുക്ക് എന്തെങ്കിലും നടന്നു പോയിട്ട് കവർ ചെയ്യാം. ഈ മെയിൻ സ്പോട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു അരുവി ഒഴുകണ കാണാം. നല്ല തണുപ്പുണ്ട്. നമ്മുടെ അജിത്ത് എങ്ങനെയാണ് പോകുന്നുണ്ട് മെയിൻ സ്പോട്ടിലേക്ക്. ആൾ പഴംപൊരി വാങ്ങിച്ചിട്ട് കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും ഉള്ളത് പഴംപൊരി ഉണ്ട്. പഴംപൊരിയും വെള്ളച്ചാട്ടവും നല്ല വൈബില്ലേ. അങ്ങനെ മെയിൻ സ്പോട്ടിലേക്ക് നമ്മളെ കാട്ടിൽ കൂടെ അങ്ങനെ പോകണം. വെള്ളരിമാട് വാട്ടർഫാൾസിലേക്ക് അങ്ങനെ പോവാണ്. നമ്മളിതിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കവറൊന്നും ചെയ്തിട്ടില്ല. ചാനലൊക്കെ തുടർന്ന് മുമ്പാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് വന്നത്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ സ്ഥലമൊക്കെ കാട് പിടിച്ചു. പൊക്കോ ഇതാണ് സ്പോട്ട്. അയ്യോ കാട് പിടിച്ചു. ഫോറസ്റ്റുകാരൊന്നുമില്ല. അയ്യോ ഇതെവിടെ എത്തുന്ന അറിയില്ല. എന്തായാലും പോയി നോക്കാം. നമുക്ക് വഴി തെറ്റി തോന്നും. വെള്ളരിമേട് വെള്ളച്ചാട്ടം അങ്ങനെ ഒഴുകി പോണ ഒരു അരുവിയാണിത്. 2-3 ലെയറായിട്ടാണ് ഈ വെള്ളച്ചാട്ടം പോകുന്നത്. അതിലൊരു ലെയറാണ് ഇത്. ഇതങ്ങനെ മേലെ പോകും. കറക്റ്റ് റൂട്ട് അറിയില്ല. നമ്മുടെ പിള്ളേർ അങ്ങനെ തേടി പോകുന്നുണ്ട്. ഒരുത്തും മിസ്സാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി കാട് തെറ്റിയിട്ട് വീണ്ടും ഒരുമിച്ച് പോകണം. നമ്മുടെ മെയിൻ ആളാണ് പോണത്. തലയിൽ മറ്റേ തോർത്ത കയറി പോണാണ് മെയിൻ ആള്. ചൂട് പഴംപൊരി സൂപ്പർ. വെള്ളരിമാട് വാട്ടർഫാൾസ് കുറച്ച് നടക്കാണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്നു വന്നിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലും കാണാം. നമ്മുടെ ഗ്രൂപ്പിലാണ്ട് വേറെയും ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ½ hour നടന്നിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഒരുപാട് നടക്കാണ്ട്. ഞങ്ങളെ സിഗ്നലിൽ കൊടുക്കാണ്. ഞങ്ങളെ ബാക്കിലുണ്ട് കേട്ടുക. നമ്മളെ തേടി വന്ന വെള്ളച്ചാട്ടം എത്താറായിക്കണ്. അതാണ് സംഭവം. വെള്ളച്ചാട്ടം. മോനെ ഏതാ സാധനം. ഫൈനലി വി ആർ ഗോട്ട് ഇറ്റ്. വെള്ളച്ചാട്ടം വെള്ളരിമല വെള്ളച്ചാട്ടം ഇതാണ്. നടന്ന് കഥച്ച് നമ്മുടെ അപ്പ് വരുന്നുണ്ട്. 4 കിലോമീറ്റർ നടന്നതാണ് നമ്മുടെ അപ്പ് പറയുന്നത്. ട്രക്കിങ് പാവഞ്ചൊക്കെ. അങ്ങനെ ഫൈനലി നമ്മള് വെള്ളച്ചാട്ടം കണ്ടിക്കണേ. ഇന്ന് നമ്മൾ കൊല്ലങ്കോട്ടുള്ള വെള്ളരിമല വെള്ളച്ചാട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ആ സംഭവം. കൊല്ലങ്കോട്ടെ പ്രശസ്തമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളരിമല വെള്ളച്ചാട്ടം.
വാട്ടർഫോൾ കണ്ടിട്ട് അങ്ങനെ തിരിച്ചിറങ്ങുന്ന വഴിയാണ്. കുറച്ച് നടക്കാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ട്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും ഇങ്ങോട്ട് വരെ. ഇതാണ് സ്പോട്ട്, ഇതാണ് വഴി. എത്ര കിലോമീറ്റർ വന്നിട്ടുണ്ടോ നമ്മൾ? 1/2 കിലോമീറ്ററാ? അപ്പോൾ പറഞ്ഞ ഒരു 4 കിലോമീറ്ററാ പറഞ്ഞു. മൊത്തം ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കയറി വന്നത്. ഇടൻ സ്പോട്ട്, ഇടൻ ജബ്. അപ്പോൾ അങ്ങനെ പറയുന്നത് ഇടൻ ജബ്, ചാടി പോവാം. അപ്പോൾ എന്താ കാര്യമായിട്ട് എന്താ പറയണ്ടത്? അപ്പനെന്താ പറയാനുള്ളത് പറ. അപ്പോൾ മഴവെള്ളപ്പാറ്റിൽ നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞത് പോയിന്റാണ്. ഒരുപാട് മഴയുള്ള സമയത്ത് നമുക്ക് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരാൻ പാടില്ല, അപകടം നിറഞ്ഞിരിക്കും. ഒരാഴ്ചയുണ്ട്. സംഭവം നമുക്ക് റൂട്ട് തെറ്റിയതായിരുന്നു. ഇതായിരുന്നു നല്ല സ്പോട്ട്, ഇതായിരുന്നു ശരിക്കത്തെ വഴി. ഞങ്ങളെ വഴിയൊക്കെ തെറ്റി കരിക്കുടിക്കേ പോയി. അത് കാരണം കുറച്ച് ചുറ്റി കറങ്ങി. നമ്മുടെ പ്രശോഭനെ നടക്കാൻ വയ്യട്ടാ, അവനെ തൂക്കൊണ്ട് വേണം. പഴംപരി കഴിച്ചിട്ട് അവന് മറ്റേ വയറ് വീർത്തിരിക്കാം. സ്ഥലം അടിപൊളിയായിട്ടാ പറയുന്നത്. ആ, അത് നല്ല കാര്യം. ഇത്രയും ദൂരം നടന്നു വന്നതിന് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടായി. ആകാശിനെല്ലാം അറിയാം. വെള്ളച്ചാട്ടം ഒഴുകി പോണ ഇതാ മല. ഇതിൽ കൂടെയാണ് വഴി. നമുക്ക് തെറ്റിയായിരുന്നു വഴി, ഇതായിരുന്നു വഴി. കാണുന്ന വെള്ളച്ചാട്ടം, അവിടെയാണ് നമ്മളിപ്പോൾ പോയത്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവും വിചാരിക്കും കാട്ടിക്കൂടെ. ഇതാ കാണുന്ന വെള്ളച്ചാട്ടം, ആ പനിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന വെള്ളച്ചാട്ടം, അവിടേക്കാണ് നമ്മളിപ്പോൾ പോയത്. അതിന് താഴെയുള്ള വെള്ളച്ചാട്ടം ഏകദേശം എന്തെങ്കിലും 2-2.5 കിലോമീറ്റർ ഉണ്ടാവും.